ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കുറച്ച് നീണ്ട ഗ്യാപ്പിന് ശേഷം എനിക്ക് തോന്നുന്നത് റമദാനിന് മുമ്പെയാണ് നമ്മൾ കണ്ടുകൂട്ടിയതെന്ന്. വീണ്ടും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ഫറൂഖ് സെൻസെ എപ്പോഴും പറയും, ആഴ്ചയിൽ നിങ്ങൾ 3 ദിവസമാണ് എക്സസൈസ് ചെയ്യാവുന്നത്. അപ്പം ഡെയിലി അല്ലേ എക്സസൈസിൻ്റെ റൊട്ടീൻ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. നിങ്ങൾ ഇന്ന് എക്സസൈസ് ചെയ്ത് പാകപ്പെടുത്തിയ ശരീരത്തിന് അത് സ്വീകരിക്കാൻ ഒരു ടൈം പീരീഡ് കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത എക്സസൈസിലേക്ക് പോകാവും. അതുപോലെ ദീർഘകാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗ് സെക്ഷൻസ് ക്ലാസ്സുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഈ പഠിച്ചതും മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതൊന്ന് ദഹിച്ച് ശരീരത്തിൽ പുഷ്ടിപ്പെടുന്ന തരത്തിലേക്ക് ആയി മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ബോധപൂർവം ചെയ്തൊരു ഗ്യാപ്പായിരുന്നു അത്. മാത്രമല്ല, ശരീരത്തിലെ പ്രകൃതിപരമായിട്ട് ഒരുപാട് ചേഞ്ചസ് വരുന്ന ടൈം പീരീഡാണ് റമദാൻ മുതൽ മുഹറം വരെ വരുന്ന സമയം. അറബി മാസത്തിലെ ഈ മാസങ്ങൾക്കും ഈ ടൈം പീരീഡിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ നമുക്ക് ഇസ്ലാമിക കർമ്മങ്ങൾ കുറെ അധികരിച്ചു. നമ്മൾ ഹജ്ജ് വരുന്നുണ്ട്, നോമ്പ് വരുന്നുണ്ട്, പിന്നെ മുഹറം മാസത്തിൽ ചരിത്രത്തിൽ പല സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇത് നമ്മളൊന്ന് എന്താ പറയുക, പാകപ്പെടുത്താനുള്ള ടൈം പീരീഡാണ്. അപ്പം അങ്ങനെ ഒന്ന് കിടക്കട്ടെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ആ ഒരു ഗ്യാപ്പ് പിടിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും നമ്മുടെ സഞ്ചാരം തുടരാം. നമ്മുടെ പഠനവും ഈമാൻ്റെ വർധനവിന് വേണ്ടിയിട്ടുള്ള പണികളും നമുക്ക് തുടരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കട്ടെ. ഇന്നത്തെ സെക്ഷൻ എന്താണെന്ന് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്ന് എന്ത് മീറ്റിംഗ് ആണ് ഇവിടെ നടക്കാൻ പോണത്? അൺമ്യൂട്ടാക്കി നിങ്ങൾക്ക് പറയാം. ഓറിയന്റേഷൻ ആണ്. എന്തിൻ്റെ ഓറിയന്റേഷൻ ആണ്? ഇസ്ലാമിക് സൈക്കോളജി. ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പരിചയപ്പെടുത്തും. ഇസ്ലാമിക് സൈക്കോളജി എന്നതിനെ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സംഭവം പറഞ്ഞു തുടങ്ങാം. ദീർഘകാലം, ഏകദേശം ഒരു 10-25 വർഷത്തോളം ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങിയിട്ട് പണിയെടുക്കുന്ന ഒരാൾ. അവൾക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഫാദറും ബിസിനസ് മേഖലയിൽ തന്നെയായിരുന്നു. അപ്പം ബിസിനസ് തന്നെയാണ് എൻ്റെ ജീവിതം എന്ന ആൾ ഉദ്ദേശിച്ചു അങ്ങനെ അത് ചെയ്തുകൊണ്ടിരുന്നു. പഠനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിലും അത് കഴിഞ്ഞ് പിന്നീട് ഇറങ്ങി തിരിച്ചത് കുറച്ചു കാലം ജോബ് ചെയ്തു, പിന്നെ ബിസിനസ് മേഖലയാണ്. ഒരുപാട് തരത്തിലുള്ള ബിസിനസ്സുകൾ അയാൾ ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷെ ചെയ്തു നോക്കിയ ബിസിനസ്സുകളൊക്കെ ഫ്ലോപ്പ് ആവാണ് ചെയ്തത്. 90% ഫ്ലോപ്പാണ്. സക്സസ് ആയത് ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ജീവിതത്തിൽ ഒന്ന് എടുത്തു പറയാനൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ ദിവസം കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ അതിലൊരു വൻ വിജയം ആൾക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം, ആരോഗ്യപരമായിട്ടുള്ള കാലമൊക്കെ കഴിഞ്ഞു വാർദ്ധക്യത്തിന്റെ ആ അവസ്ഥയിലേക്ക് ഇതാക്കുന്ന സമയത്ത് ഈ ആളോട് ഒന്ന് സെൽഫിനെ പാകപ്പെടുത്താൻ അയാളുടെ ശരീരവും വീക്കായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കേട്ടോ 50-ൻ്റെയൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ശരീരത്തിൻ്റെയും ആരോഗ്യസ്ഥിതികളൊക്കെ കുറഞ്ഞു വരുമല്ലോ. നിങ്ങളൊന്ന് സെൽഫിനെ പാകപ്പെടുത്തി നോക്കും. നിങ്ങളെ ഒന്ന് പരിചയപ്പെടാൻ തയ്യാറാണോ എന്നൊരാൾ ചോദിച്ചു. ഏതായാലും ഒന്നിലും പ്രതീക്ഷയില്ല, അല്ല ബിസിനസ്സായിട്ടും ലൈഫായിട്ടെല്ലാം കാര്യത്തിലും സീറോയിലാണ്. എന്നാ പിന്നെ ഇതൊരു കാര്യമല്ലേ, ഒന്ന് നോക്കിയേക്കാം എന്ന ആളും വിചാരിച്ചു. അങ്ങനെ ആള് ഇസ്ലാമിക് മൂഡിൽ കൊടുക്കുന്ന ചില തെറാപ്പികളിലും
ചില മെഡിറ്റേഷൻസ് കാര്യങ്ങളിലും നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത ലെവലുകളെയൊക്കെ പരിചയപ്പെടുന്ന സെക്ഷനിലേക്ക് പോകും. അത് 1 ഡേ വർക്ക്ഷോപ്പ് നമ്മൾ കൊടുക്കുന്ന ഇസ്ലാമിക് സൈക്കോളജിയുടെ 1 ഡേ വർക്ക്ഷോപ്പ് പോലത്തെ ഒരു വർക്ക്ഷോപ്പിലേക്ക് അവൾ പറഞ്ഞു. അങ്ങനെ ആളതിൽ വന്നു. ഈ തെറാപ്യൂട്ടിക് സെക്ഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങി വന്ന് പിറ്റേന്ന് ആൾക്ക് നല്ലൊരു ചെസ്റ്റ് പെയിൻ തുടങ്ങി. മിക്കവാറും ഒരു മൈൽഡ് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് ചെസ്റ്റ് പെയിൻ വന്നത്. ഒക്കെ കഴിഞ്ഞു ആൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി പല കാര്യങ്ങളും ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് ഈ അവസാന ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം കഴിഞ്ഞതിന് ശേഷം ഈ തെറാപ്പിറ്റിക് സെക്ഷനിലൂടെ ഒക്കെ പുറത്തേക്ക് വന്നതിന് ശേഷം ആൾ ഇരുന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്. ആ വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത്. ഒരു മനുഷ്യന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരീരത്തെക്കാൾ കൂടുതൽ മനസ്സാണ്. അതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ സക്സസ് ആണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ഓടിയിട്ടില്ല. ഞാൻ ജീവിച്ചിട്ടുണ്ട്, ഇത്രയും വർഷങ്ങളും 19 വർഷത്തോളം ഞാൻ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ പിറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തൃപ്തനായിട്ടല്ല ഇരിക്കുന്നത്. എനിക്കൊരുപാട് മാറ്റങ്ങൾ ഇനിയും വരാനുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ശരീരത്തിലും എൻ്റെ മനസ്സിലും ഇനിയും ക്ലീൻ ചെയ്ത് പാകപ്പെടുത്താനുണ്ട്. പക്ഷെ ആ തിരിച്ചറിവ് കിട്ടിയ സമയം ഈ ജീവിതത്തിൻ്റെ വൈകിയ വേളയിലായി പോയല്ലോ എന്നൊരു സങ്കടം എനിക്കുണ്ട്. ഇനി എത്ര ആയുസ്സുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉള്ള ആയുസ്സിനെ സംതൃപ്തിയോടുകൂടെ ജീവിച്ചു തീർക്കാൻ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നതായിരുന്നു ആ ചോദ്യം. ഇനി എത്ര ആയുസ്സുണ്ടെന്ന് അറിയില്ലെങ്കിലും ഇപ്പെങ്കിലും അത് തോന്നിയല്ലോ, അൽഹംദുലില്ലാ എന്ന മറുപടിയും ഞാൻ കേട്ടപാടെ ഞാൻ ആൾക്ക് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ചെയ്യുന്നത്, ഞാൻ പാകപ്പെടുത്തി കൊണ്ടുപോകുന്നത്, ശീലിച്ചത് എല്ലാം ശരിയാണ്, ഇതാണ് റൈറ്റ് വേ, അല്ല ഇങ്ങനൊക്കെ തന്നെയാണ് കാര്യങ്ങൾ, ജീവിതം ഈ രീതിയിലാണ് എന്നൊരു ധാരണ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. പരിശുദ്ധ ഖുർആൻ എപ്പോഴും റഹ്മത്തിനെയും ഗഫൂറിനെയും കൂട്ടിച്ചേർത്ത് പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗഫൂർ റഹീം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും പല ഭാഗത്തും ഇത് പ്രയോഗിച്ച് നമുക്ക് കാണാം. ഇവര് തമ്മിൽ എന്താ ഒരു ബന്ധം? ഗഫൂറിനും റഹീമിനും തമ്മിൽ എന്താണ് ഒരു ബന്ധം? ഗഫാർ അവിടെ അല്ല, ഗഫൂർ പൊറുക്കുക എന്ന് പറയുന്ന പ്രോസസ് ആകട്ടെ, റഹ്മത്ത് എന്ന പ്രോസസ് ആവട്ടെ, ഇത് രണ്ടും നടക്കുന്ന ഇടം അത് മനസ്സാണ്. ഈ രണ്ട് കാര്യവും നടക്കുന്ന ഇടം മനസ്സാണ്. ഇവർ തമ്മിൽ എന്തോ ഒരു ബോണ്ടിങ് ഉണ്ട്. ഈ ബോണ്ടിങ്ങിന്റെ ഡീപ്പ് ലെവൽ അനലൈസിസിലേക്ക് പോയപ്പോൾ മനസ്സിലായത്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഗഫൂർ പൂർണ്ണമാവാതെ, മനുഷ്യന്റെ സ്വന്തത്തിനോടുള്ള ഇസ്തിഗ്ഫാറും മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കലുകളും പൂർണ്ണമാവാതെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ അനുഭവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല എന്ന്. റഹ്മത്തിനെ അനുഭവിച്ചു തുടങ്ങാത്ത ഒരാൾക്ക് മനസ്സറിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ആദ്യം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് അതിലേക്ക് പ്രപഞ്ചത്തിന്റെ ഭംഗിയായ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരേണ്ടതാണ് അൽഹംദുലില്ലാ എന്ന വാക്ക്. എന്നാൽ ഈ വചനമാണ് സ്വർഗത്തിൽ ആദ്യമായിട്ട് പഠിപ്പിച്ചത്. ആദം നബിയെ ആദ്യമായിട്ട് പഠിപ്പിച്ചതും അൽഹംദുലില്ലാ എന്ന വാക്കാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാന് കുറച്ച് പ്രോസസ്സിലൂടെ വിധേയമായിട്ട് പോകണം. എന്ത്? മനസ്സ്.
എന്നാൽ മനുഷ്യന്റെ ശരീരത്തിന് പലപ്പോഴും നമ്മൾ ആ പ്രാധാന്യം നൽകാറുണ്ട്. നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട എല്ലാ എന്താ പറയുക ആവശ്യമുള്ള മിനറൽസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ശരീരം അബ്സോർവ് ചെയ്ത് അതിൻ്റെ വേസ്റ്റിനെ പുറന്തള്ളാനുള്ള ഒരു റൊട്ടീൻ പ്രോസസ്സ്, ശരീരത്തിന് പുഷ്ടിപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള റൊട്ടീൻ പ്രോസസ്സ് നമ്മൾ ദിനേന ഭക്ഷണം കഴിക്കുകയും അതിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതിലൂടെയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ദിനേന നമ്മുടെ മനസ്സിനെയും അതിലുപരി നമ്മുടെ ആത്മാവിനെയും പാകപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് ദിനേന നമ്മൾ ചെയ്യുന്നുണ്ട്. ചെയ്യായികൊന്നുമില്ല. 5 നേരം നിസ്കരിക്കാത്തൊരു മുഅ്മിനും എൻ്റെ മുന്നിൽ ഉണ്ടാവില്ല, ഒരു മുസ്ലിം എൻ്റെ മുന്നിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ചെയ്യുന്ന പ്രോസസ്സിനെ ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് അറിയില്ല എന്നത് അതിനെക്കുറിച്ച് പൊതുവെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ അത്ര ബോധേഡല്ല, അത് ഉപയോഗിക്കുന്നതിന് അത്ര അറിവുള്ളവരായിട്ട് മാറിയിട്ടില്ല. ഈ ആള് ഈ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോ പറഞ്ഞ ഒരു വാക്കും കൂടെ ഉണ്ട്. ദിവസം എടുക്കുന്ന ഈ ബ്രീത്തിനെ ഒന്ന് പാകപ്പെടുത്തിയപ്പോൾ എൻ്റെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങളെ എത്രത്തോളാണ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇപ്പയും ഇത്രയും ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച കഴിഞ്ഞിട്ടും ആൾ അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നല്ലൊരു അനുഭവം ജീവിതത്തിൽ വന്നാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിക് സൈക്കോളജി എന്ന ഈ ഒരു കോഴ്സ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതും ഇത്തരം അറിവുകളിലൂടെ ഇത്തരം അനുഭവങ്ങളിലൂടെ ജീവിതത്തെ കൊണ്ടുപോവാൻ ഒരവസരമായിട്ടാണ്. അത് ജീവിതത്തിന്റെ കഴിഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഇതിൽ അവസാന ഘട്ടത്തിലായിപ്പോയല്ലോ എന്ന ആ ആൾക്കുണ്ടായ ഒരു ഖേദം ഇല്ലാതിരിക്കാനും ഇപ്പം ഇത് മുതൽ ഞാൻ അതിന് റെഡിയാണ് എന്നൊരു മാനസികാവസ്ഥയിലേക്ക് മാറാനും വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഇസ്ലാമിക് സൈക്കോളജി കോഴ്സ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. മനസ്സിന് അത്ര കണ്ട് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനസ്സ് ശരിയാണ്, അതായത് ശരീരത്തിനെയും ആത്മാവിനെയും കണക്ട് ചെയ്യുന്ന പോയിന്റാണ് മനസ്സ്. ആ മനസ്സ് എന്താ പറഞ്ഞോ? എന്നോടാണോ പറയുന്നത്? ഓക്കെ. ഇത് തമ്മിലുള്ള കണക്ഷനെ ശരീരത്തിന്റെയും ആത്മാവിനെ, നമ്മളെന്നതിന് ആത്മാവുണ്ട് എന്നതിൽ ആർക്കും സംശയമില്ല, റൂഹുണ്ട് എന്ന സംഗതി ഒരു മുസ്ലിം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ശരീരത്തെയും ഈ റൂഹിനെയും കണക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സിനെ പാകപ്പെടുത്താനും അതിനെ ഡ്രൈവ് ചെയ്യാനും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ജീവിതത്തിന്റെ പൂർണ്ണ തലങ്ങളിലേക്ക് നമുക്ക് മാറാനും ഈമാനിന്റെ മാധുര്യങ്ങളെ നുകരാനും അള്ളാഹുവിന്റെ റഹ്മത്തിനെ അനുഭവിക്കാനും എല്ലാത്തിനും അവസരങ്ങൾ നമുക്ക് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഇതുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇസ്ലാമിക് സൈക്കോളജിയുടെ ബേസിക് ലെവലിൽ നമ്മൾ പൂർണ്ണമായിട്ട് പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് ഫോർഗിവ്നെസ് മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഈ പ്രോസസ്സ് നിങ്ങളെന്ന ജീവിതത്തിൽ ഈ നടക്കുന്ന കാര്യങ്ങളുടെ A to Z ഫിലോസഫിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഇസ്ലാമിക് സൈക്കോളജിയുടെ ബേസ് ലെവലിൽ പഠിക്കുന്നത്. ഇതെന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളാവട്ടെ, ഒരു വീട്ടമ്മയാവട്ടെ, ഒരു ടീച്ചറാവട്ടെ, ഒരു കുട്ടിയാവട്ടെ, ഉമ്മയാവട്ടെ, ഉപ്പയാവട്ടെ, ഇനി വേറെ ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാവട്ടെ, നിങ്ങളുടെ പൊസിഷൻ എന്ത്, നിങ്ങളുടെ ജോബ് എന്ത്, നിങ്ങളുടെ സ്ഥാനം എന്ത് എന്നതൊന്നും ഇവിടെ വിഷയമല്ല. നിങ്ങൾ എന്ന ഒരു വ്യക്തിയിൽ ജീവനും ആത്മാവും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ ജീവിച്ചേ പറ്റൂ. ആ കാലം അത്രയും നിങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ഭക്ഷണമാണെങ്കിലും, നിങ്ങളൊന്ന് ഉറങ്ങുകയാണെങ്കിലും, നിങ്ങളൊന്ന് ഇരിക്കുകയാണെങ്കിലും, നിങ്ങളൊന്ന് കിടക്കുകയാണെങ്കിലും, നിങ്ങളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ഏത് അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുകയും
അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള ലെവലുകളെ, അതിൻ്റെ ഏറ്റവും ഭംഗിയായിട്ടുള്ള അവസ്ഥകളെ ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും ആ ജീവിതത്തെ എൻ്റെ നാഥൻ എനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന് മാറ്റി പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറാനുമുള്ള ഒരവസരമായിട്ട് നിങ്ങൾ ഇതിനെ കാണുക. അതിനുള്ള ഒരു വേദിയാണ് ഇതൊരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ്. ഇതൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ഇപ്പോൾ എനിക്ക് തിരിയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുക. നമ്മൾ മാതാപിതാക്കളിൽ ചിലർക്ക് ഞങ്ങൾ കൂടുള്ള ഒരാളെ ഞങ്ങൾ ഉമ്മാനെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബാച്ചിൽ. ഏതവസ്ഥയിലാണെങ്കിലും ഈമാൻ എന്നതും ഇസ്ലാം പറയുന്ന കാര്യങ്ങളും മനുഷ്യനുള്ളതാണ്, ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്. അത് ഇന്നവസ്ഥയിലുള്ളവർക്ക് കഴിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അവരേത് തലത്തിലാണോ ആ തലത്തിൽ നിന്ന് അവർക്ക് അതിൻ്റെ ഭംഗിയെ ആസ്വദിക്കാൻ കഴിയുന്ന, ഈമാന്റെ മാധുര്യത്തെ നുകരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റും. ഇനി ഹൈ ലെവലിലുള്ള ഒരാൾ ഇതിൽ ജോയിൻ ചെയ്ത് അവർക്കിത് മനസ്സിലാവാതെ പോകും, അവർക്കും കഴിയും. എനിക്കത് അറിയണം, എനിക്കത് അനുഭവിക്കണം, എൻ്റെ ജീവിതത്തിൽ അതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാവണം, ഇഹലോകവും പരലോകവും ഒരുപോലെ എനിക്ക് നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനോട് താല്പര്യമുള്ള ഒരു മനുഷ്യനായ മാത്രം മതി. തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഞാൻ റെഡിയാണ് എന്ന് പറയാൻ നിങ്ങൾ വിന്നിങ് ആയാൽ മാത്രം മതി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒഴുക്ക് പോലെ, ഒരു അത്ഭുതം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ അനുഭവമുള്ള ആളുടെ ഒരൊറ്റ കാര്യം കൂടെ പറയാം. ആളുടെ ഒരു ബിസിനസ് ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ യുദ്ധം കാരണം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഡൗൺ ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് പൈസ ഇറക്കിയ ആള് ഇയാളെങ്ങനെ പൈസ തിരിച്ചു കൊടുക്കാനും, ലോസായ ബിസിനസ്സിൽ സ്വാഭാവികമായിട്ടും അവർ പൈസ ഇറക്കിയിട്ട് അവരത് പിൻവലിക്കും. ഈ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പൈസ കൊണ്ട്. എന്നാൽ ഓൾറെഡി ഇയാളുടെ ജീവിതം തന്നെ മുട്ടിക്കെടുക്കുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ എന്തില്ല, പൈസ കൊടുക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. കൊടുക്കൂല എന്നല്ല, മാർഗങ്ങളൊന്നുമില്ല. അത് മനസ്സിലാക്കാതെ ഈ പൈസ ഇറക്കിയ മുതലാളി ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രോസസ്സിന് വിധേയമായി പാകപ്പെടുത്തി തിരിച്ചു വന്നപ്പം ആ മുതലാളി ആ ചോദിക്കുന്ന ചോദ്യം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇത് അത്ഭുതമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അതെന്താ വെച്ചാൽ നമ്മളുടെ എനർജി ലെവലിനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒഴുകി വരുന്ന നെഗറ്റീവ് എനർജിയെ നമുക്ക് തടഞ്ഞു വെക്കാനുള്ള കഴിവുണ്ടാവും എന്നുള്ളതാണ്. എന്നാൽ അത് ഓവർകം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കഴിവ് നമുക്ക് പഠിച്ചു തരുന്നതാണ്. അപ്പം ഈ ഒരു സംഭവം കൂടെ ആൾ അനുഭവത്തോട് പറഞ്ഞാൽ അയാൾ പിന്നെ എന്നെ ചോദിച്ചെടുങ്ങാറാക്കിയിട്ടില്ല. അൽഹംദുലില്ലാ, എനിക്ക് സാവകാശത്തിൽ അത് കൊടുത്തു വിട്ടാനുള്ളൊരു സമയം, സാവകാശം അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ എന്നാണ് പറയുന്നുണ്ടായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ന വ്യക്തിയിൽ നിങ്ങളുടെ ജീവിതത്തിനെ ഭംഗിയാക്കാൻ, സുന്ദരമാക്കാനുള്ള ഒരവസരമായിട്ട് നിങ്ങൾക്ക് മാറാൻ, നിങ്ങൾ ഏതവസ്ഥയിലായാലും അതിൽ നിന്ന് കുറച്ചുകൂടെ ഭംഗിയുള്ള ജീവിതത്തിലേക്ക് മാറാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണുക. ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗിക്കുക. ഇത് ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ആണാവട്ടെ പെണ്ണാവട്ടെ ഏത് പ്രായക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാം. ഇതിന് ബേസിക് ക്വാളിഫിക്കേഷൻ ഒന്നും ഇപ്പം ഞങ്ങൾ പറയുന്നില്ല. ഇതിൻ്റെ ബേസിക് ലെവലിൽ ഇതിനൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പിന്നെ സെക്കൻഡ് ലെവലിൽ തേർഡ് ലെവലിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ഇതിൽ നിങ്ങൾ ഇന്ന ക്വാളിഫിക്കേഷൻ കഴിയണം എന്നുള്ളതും ബേസിലേക്കിൽ ചെയ്തിരിക്കണം എന്ന നിർബന്ധവും ഞങ്ങൾ കുറിക്കുന്നുണ്ട്. കാരണം ഇത് ചിലത് നമുക്ക് മറ്റുള്ളവരിൽ ഇപ്പം സൈക്കോളജി എന്ന് പറയുമ്പോൾ വേറൊരാളിലും നമുക്ക് അപ്ലൈ ചെയ്യാം, അവരുടെ കൗൺസിലിംഗ് സപ്പോർട്ടേഴ്സായിട്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇപ്പോഴത്തെ നിയമപ്രകാരം ചില ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ആ സമയത്ത്. പക്ഷെ ഒരാൾക്ക് സ്വയം മാറാൻ ഇങ്ങനത്തെ യാതൊരു ഇത് പഠിക്കാൻ യാതൊരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക നൈറ്റ് ടൈമിലായിരിക്കും. അധികവും രാത്രി 8:30 ഈ ടൈമിങ്ങിൽ തന്നെ ആയിട്ട് ഉണ്ടാവുക. റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് ബേസിക് ലെവൽ ഒരു മാസമാണ്. ഒരു മാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ മെൻറ്ററിങ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള മാനസിക സപ്പോർട്ടുകളും നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മാസം അതിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും. പിന്നീട് ഇതിൽ നിന്ന് വെറുതെ ഏതായാലും ടൈം പാസിന് കയറട്ടെ എന്ന് വിചാരിച്ച് കയറിയ ആളുകൾക്ക് പോലും ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ അവസ്ഥയിലേക്ക് മാറാൻ പറ്റിയിട്ടുണ്ട്. മാനസികപരമായിട്ട് വളരെ സ്ട്രോങ് ആവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള ഇതുവരെ ഒരാൾ പോലും ഞാൻ വെറുതെ ചേർന്നതാണ് ഇതിൽ എന്നോട് പറഞ്ഞിട്ടില്ല.
എൻ്റെ കോഴ്സിൽ 7ാമത്തെ ബാച്ചാണ് വരുന്നത്. 6 ബാച്ചസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പോലും ഇത് വെറുതെ ആണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഫ്രീ സെക്ഷൻസ്, മോർണിംഗ് സെക്ഷൻസ് കൊടുക്കുന്ന ആളുകൾ നിങ്ങൾക്കറിയാം. അതിലൊക്കെ കേൾക്കുന്ന ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ സമാധാനവും സന്തോഷവും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാനും അദീപ് സാറും കൂടെയാണ് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെ ക്ലാസ്സുകളായിരിക്കും ഇതിലുണ്ടാവുക. ഇനി ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ വിട്ടുപോയിട്ടേക്കാം. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ അദീപ് സാറിന് മൈക്ക് കൈമാറട്ടെ.